ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുന്നത് എനിക്ക് ഒത്തിരി പണികളുണ്ട്. ഇന്നലെ ഒക്കെ ഭയങ്കര മടി പിടിച്ചിരുന്ന കാരണം ഞാൻ കിച്ചണൊക്കെ അത്യാവശ്യം മെസ്സി ആയിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് കാണുമ്പോൾ എനിക്ക് എന്നെ നല്ല ബോറുണ്ട്. കാരണം നമ്മളെപ്പോഴും നീറ്റായിട്ട് വെക്കുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ സിമ്പിളായിരിക്കും, നമ്മളത് ചെയ്യുകയും ചെയ്യും. പക്ഷേ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു മടിയൊക്കെ വരും. എനിക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് ശരിയാക്കി വെക്കണം കേട്ടോ. ഇതൊക്കെ ഒന്ന് ശരിയാക്കി റെഡിയാക്കി ക്ലീൻ ചെയ്ത് വെച്ചാലേ എനിക്കവിടെ വർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അല്ലെ പണിയെടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ അങ്ങോട്ട് ചെയ്യാണ്. ക്ലീനിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കുക്ക് ചെയ്യാം എന്നുള്ളൊരു മൂഡിലാണ് ഇപ്പം എന്നുള്ളത്. അപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ എനിക്ക് നല്ല ഹെഡേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു പണിയും ചെയ്തിട്ടില്ല, അങ്ങനെ ബെഡിൽ തന്നെ മുടി പൊതിച്ച് കിടന്ന് ഉറങ്ങിയിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആണോ എന്നറിയില്ല, ഇന്നും അത്യാവശ്യം മടിയുണ്ട്, എനിക്കൊന്നും ചെയ്യാനൊന്നും തോന്നുന്നില്ല. ഇന്നെന്തായാലും നമ്മൾ എന്താ പറയുക, ട്യൂസ്ഡേ ആയതുകൊണ്ട് ഇന്ന് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കാം എന്നുള്ളൊരു ലെവലിലാണ് നിന്നിരുന്നത്. അപ്പോൾ നെയ്ച്ചോറും ചിക്കൻ കറിയും ജസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ആണ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകണേ. അതൊന്നും ഞാനിവിടെ ആഡ് ചെയ്യുന്നില്ല കാര്യമായിട്ട്. കാര്യം ആഡ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ നെയ്ച്ചോറും ചിക്കൻ കറി ഉണ്ടാക്കുന്നു, അത്രയേ ഉള്ളൂ. പിന്നെ നല്ല മടി പിടിച്ച ഒരു ഡേയും കൂടി ആയതുകൊണ്ട് എനിക്കതൊന്നും ആഡ് ചെയ്യാനുള്ളൊരു മൂഡില്ല. പിന്നെ വീഡിയോ എടുക്കുന്നത് എന്നേ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ആണെങ്കിലും അങ്ങോട്ട് എടുത്ത് പോകുന്നതാണ് കാര്യം. വീഡിയോസ് അപ്ലോഡ് ചെയ്യാണ്ട് നിൽക്കണ്ട എന്ന ലെവലിൽ മാത്രമാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അല്ലാണ്ട് വീഡിയോ എടുക്കാൻ ഇന്നൊരു മൂഡ് ഉണ്ടായിട്ടല്ല. പിന്നെ ഇന്നലത്തെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലത്തെ ഒരു സൈഡ് എഫക്റ്റ് ഇന്നും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. ഭയങ്കര മടി, എണീക്കാനും നല്ല മടിയായിരുന്നു. അത് കഴിഞ്ഞ് കിച്ചണ് ഭയങ്കര മെസ്സിയായി കണ്ടപ്പോഴേ എൻ്റെ മൂഡ് പോയി. പിന്നെ അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇനി റെഡി ആവുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാം. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എത്ര മടി പിടിച്ചിരിക്കുകയാണെങ്കിലും നമ്മൾ ഇതൊക്കെ ഇവിടെ ഇട്ടുകൊണ്ടിരുന്നാൽ നമുക്കൊരു മനസ്സമാധാനം കിട്ടില്ല. എങ്ങനെയായാലും കിച്ചണിൽ കുറേ പണിയുണ്ടല്ലോ, അല്ലെങ്കിൽ അവിടെ ക്ലീൻ ചെയ്യാനുണ്ടല്ലോ, ഇവിടെ ഇതുണ്ടല്ലോ, കുക്ക് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് മനസ്സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഫുഡും കൂടി ഉണ്ടാക്കാനുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതൊന്നും ക്ലീൻ ചെയ്യാണ്ട് ഫുഡ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ക്ലീനിങ് പരിപാടി കൂടും, പാത്രം കഴുകാനൊക്കെ കൂടും. പിന്നെ അത് മാത്രമല്ല, എനിക്കിതിങ്ങനെ വൃത്തികേടാക്കി ഇട്ടുകൊണ്ട് കുക്ക് ചെയ്യാൻ എനിക്ക് എന്താ പറയുക, മൂടുണ്ടാവില്ല, ഒരു കഴിയൂല. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് നീറ്റായിട്ട് കിടക്കണം അവിടെ കുക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ഞാൻ ആദ്യം കിച്ചൺ വൃത്തിയാക്കിയ ശേഷമാണ് കുക്ക് ചെയ്തത്. അതിന് ശേഷമാണ് ഞാൻ കുക്ക് ചെയ്ത ശേഷം വീണ്ടും മെസ്സിയായല്ലോ, കുറച്ചുകൂടെ മെസ്സിയായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് തോത്തി മൊത്തത്തിലൊന്ന് തുടച്ചൊക്കെ എടുത്തു. അതിന് ശേഷം പിന്നെ നൈറ്റ് ഇന്ന് ഫുഡ് ഉണ്ടാക്കാനുണ്ടായിരുന്നില്ല. ഇന്ന് ഗീ റൈസ് ചിക്കനും ആയതുകൊണ്ട് ഇന്ന് നൈറ്റിലത്തേക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, നൈറ്റ് വന്നിട്ടൊരു 7:30 8 o'clock ആ ഒരു ടൈം കൊണ്ട് ഞാൻ കിച്ചണും ഫുൾ മൊത്തത്തിൽ അങ്ങോട്ട് നീറ്റാക്കിയിട്ടു. അപ്പോൾ എനിക്ക് മനസ്സമാധാനം കിട്ടി ഉറങ്ങാനായിട്ട്. അപ്പോഴാണ് ഞാൻ നോക്കിയായിട്ട് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താട്ടോ. കാര്യം അത്യാവശ്യം നല്ല പണി ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് അതിലൊതുക്കി. ഇത് നാട്ടിൽ നിന്ന് കിട്ടിയ ഒരു അച്ചാറാണ് കേട്ടോ. എന്താ, അവരുടെ ഫ്രണ്ട്സിൻ്റെ ആരോ വന്നപ്പോൾ കൊണ്ടുവന്ന എന്തോ ആണ്. എന്തായാലും നമുക്ക് കുറച്ച് അച്ചാർ കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ഡേറ്റ്സ് എടുത്ത് കഴിച്ചു. സംഭവം അത്ര ഹെൽത്തി ആയിട്ടല്ലായിരുന്നു രാവിലെ ഒന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. കാര്യം ഇന്ന് അത്യാവശ്യം പണി ഉണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഗീ റൈസ് ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മൾ പോവാണ് കേട്ടോ. ഫുഡ് ഞാൻ ലഞ്ചൊന്നും കാണിച്ചിട്ടില്ല. കാര്യം വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ചിട്ടല്ല, ലഞ്ച് കാണിക്കാൻ നിന്നില്ല. അതങ്ങനെ കഴിഞ്ഞു പോയി. ഇനിയിപ്പോൾ ഇത് നൈറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റ് ഒരു എന്താ പറയുക, നമ്മുടെ ഈ എന്തോ ഇറച്ചി കേക്ക് അല്ലാത്ത മറ്റേ എന്തോ ഒരു ലെയർ കേക്ക് ഉണ്ടല്ലോ, അത് കിട്ടിയിട്ടുണ്ട്. അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് എഴുതാനുണ്ട്, അതൊക്കെ എഴുതാണ്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ